നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ മെയ് 8-നും 31-നും ഇടയിൽ പൂർത്തീകരിക്കുന്നതിനും ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കുന്നതിനും നഗരസഭയിൽ ചേർന്ന മഴക്കാലപൂർവ്വ മുന്നൊരുക്ക പ്രവർത്തന രൂപീകരണ യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത യോഗം ഉദ്ഘാടനം ചെയ്തു. അവര് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്ത്, ആരെങ്കിലും ചിലപ്പോൾ വെള്ളം കെട്ടി ചെടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കുറെ വീടുകളുണ്ടാവും, അവരെ വരെ പറഞ്ഞ് മനസ്സിലാക്കി പോകുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു മഴ പെയ്തില്ല. അതിലിടക്ക് തന്നെ നമുക്കറിയാം കുറെ എലിപ്പനി വന്നിട്ടുണ്ട്, ഡെങ്കിപ്പനി വന്നിട്ടുണ്ട്. ഇപ്പം അതുകൂടാതെ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് കുറെ മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യ വിഭാഗത്തിന്റെ കണക്കെല്ലാം അവരിപ്പോൾ പറയും. അതും കൂടി ഈ യോഗത്തിന്റെ ഒപ്പം തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അത്രയും നല്ല ക്ലിയറായിട്ട് തന്നെയാണ് നമ്മൾ യോഗ നടപടികളെല്ലാം തുടങ്ങുന്നതും. ശുചിത്വത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ബോധ്യത്തോടെ ഇരിട്ടി ടൗൺ അടക്കം, ഇരിട്ടി ടൗൺ എന്ന് പ്രത്യേകം പറയുന്നത് ഏറ്റവും വലിയൊരു ടൗണും അത്ര തന്നെ ഹോട്ടലുകളും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ കാലാകാലം ഒരു വർഷം ഒരു ക്യാമ്പയിനായിട്ട് അവിടെ വൃത്തിയാക്കിയായിരുന്നു. ഓരോ കടയിലും പുറകിൽ ഇപ്പൊ ഇന്നലെ ഞാൻ HSഉം നമ്മളും കൂടി എല്ലാ സ്ഥലവും പോയിരുന്നു. നമ്മൾ ഇപ്രാവശ്യം ഒരു 8 ക്യാമറ കൂടി സ്ഥാപിച്ചു. ആ സ്ഥാപിച്ച 6 ക്യാമറ ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് മാത്രം സ്ഥാപിച്ചു, ഇരിട്ടി ടൗണിൽ തന്നെ. എന്നിട്ട് അങ്ങനെ എല്ലാ സ്ഥലവും പോയപ്പോഴും എത്ര ക്യാമറ സ്ഥാപിച്ചാലും ക്യാമറ വെച്ചതിന് കാണില്ല എന്നുള്ള സ്ഥലത്ത് കൊണ്ടേ ഡബ് ചെയ്യണം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PP ഉസ്മാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK രവീന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ, ക്ലീൻ സിറ്റി മാനേജർ KV രാജീവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുമേഷ് ബാബു, ശ്രീജ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PR അശോകൻ എന്നിവർ സംസാരിച്ചു. മെയ് 8 മുതൽ 10 വരെ സ്ഥാപന ശുചീകരണം, മെയ് 11 മുതൽ 12 തീയതികളിൽ താമസ സ്ഥലത്തെ ശുചീകരണം, 13 മുതൽ 20 വരെ പൊതുസ്ഥല ശുചീകരണം, 21 മുതൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ശുചീകരണം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച എല്ലാ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും തീരുമാനിച്ചു. മെയ് 10-നുള്ളിൽ മുഴുവൻ വാർഡ് സാനിറ്റേഷൻ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.